ഈ പത്മശ്രീയൊക്കെ സംബന്ധിച്ചൊരു വിവാദത്തിന് ഒരു സത്യാവസ്ഥ പുറത്തു വന്നു. അതായത് ഗോപിയാശാൻ തന്നെ വെളിപ്പെടുത്തി. ഞാൻ അന്നേരവും ഒന്നും പറഞ്ഞില്ലല്ലോ, ഇപ്പോഴും ഞാനൊന്നും പറയില്ല. പറഞ്ഞത് സ്വകാര്യമായി പറഞ്ഞത് നമ്മുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കും. അതങ്ങനെ സൂക്ഷിക്കും. അതുകൊണ്ടാണ് അതിപ്പം എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഗോപിയാശാൻ കാണിച്ച മര്യാദ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കാണിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, ആ മാന്യത. കാരണം നിങ്ങളെല്ലാം അറിയേണ്ടത് വെറുതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി വാചകം അടിക്കരുത്. ഇന്ന് വരെ ഞാനത് ചെയ്തിട്ടില്ല. ഒരു പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രിയുടെ കൂടെ കഴിക്കാൻ പോയി, അതുകൊണ്ട് ഞാൻ ഗുരുവായൂർ പോയില്ല. ദയവേത് നിങ്ങൾ മനസ്സിലാക്കുക, എൻ്റെ കല്യാണ കത്ത്, ക്ഷണക്കത്ത് നിങ്ങൾ പരിശോധിക്കുക. 9 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് ഗോകുലം പാർക്ക് ഹോട്ടലിൽ ചടങ്ങിനാണ് ഞാൻ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നത്. അത് ഗുരുവായൂർ ക്ഷണിച്ചവരെ പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾ ലെറ്റർ ചെക്ക് ചെയ്യും. അവിടെ വന്നവരിൽ നിന്ന് എനിക്ക് അനുവാദം കിട്ടി, ഒരു നമ്പർ തന്നു. ആ നമ്പറിൽ ഉൾപ്പെടുത്താവുന്നവരിൽ കൂടുതൽ ഞാൻ ഉൾപ്പെടുത്തി. 52 പേർക്കാണ് പെർമിഷൻ തന്നത്. ഞാൻ 78 പേരെ കൊണ്ടുപോയി. അത് തലേ ദിവസം രാത്രിയാണ് ആ എക്സ്ട്രാ നമ്പേഴ്സ് എനിക്ക് അനുവദിച്ച് കിട്ടുന്നത്. അല്ലാതെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കുടുംബക്കാരെ, ഇമ്മീഡിയറ്റ് ബ്ലഡ് റിലേറ്റീവ്സ്, അല്ലാതെ ആരെയും ഞാൻ ക്ഷണിച്ചിട്ടില്ല. അത് ഗുരുവായൂർ അമ്പലത്തിലെത്തണം കേട്ടോ എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു കഷ്ടിച്ചൊരു 20-25 കുടുംബങ്ങളോടാണ്. ചെക്കൻ്റെ കുടുംബക്കാരെ ചോദിച്ചാൽ 5 പേര് അവരും അല്ലാതൊരു 15 പേരും ആണ് ഞാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ ചെയ്യാനൊക്കത്തുള്ളൂ. കാരണം പ്രധാനമന്ത്രിയാണ് വരുന്നത്, നരേന്ദ്രമോദി അല്ല വരുന്നത്. അപ്പോൾ അതിൻ്റെ ചിട്ടവട്ടങ്ങൾ സുപ്രീം കോടതിയുടെ 84 റൂളിംഗ് വെച്ച് നടപ്പിലാക്കിയേ പറ്റൂ. അതിന് ബാധ്യസ്ഥനാണ് ഞാനെന്ന് ഒപ്പിട്ട് കൊടുത്തതാണ് കമ്മീഷണർക്ക്. അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് ആരെയും ഒരാളെ ക്ഷണിച്ചത് നിങ്ങൾ പറ. ഞാൻ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് ആയിരുന്നു അവിടെ ക്ഷണിച്ചതിന് കാരണം. ക്ഷണിച്ചിട്ടില്ല. അപ്പോൾ അത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു മെറ്റീരിയലായിട്ട് ഉപയോഗിക്കരുത്. ഇത് ഇത്രയും കാലം ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ ഗോപിയാശാൻ അതിൻ്റെ മാന്യതയുടെ പാരമ്യതയാണ് പ്രകടിപ്പിച്ചത്. അദ്ദേഹത്തിന് ഞാൻ മറുപടി കൊടുത്തത് അങ്ങനെയും അല്ല. പക്ഷെ ആ മറുപടിക്കൊന്നും പ്രസക്തിയില്ല, സാധിക്കില്ല എന്നല്ല പറഞ്ഞത്. അതിന് ചില രീതികളുണ്ട്. അത് 2015 ശേഷം ആ രീതി എന്തൊക്കെ അഴിമതിയാണ് വരുത്തി വെച്ചതെന്ന് മനസ്സിലാക്കി ആ രീതി മാറ്റി ഇപ്പോൾ പുതിയ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു 11 അംഗ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ മുമ്പിൽ ഞാൻ സെൽഫ് അഫിഡവിറ്റാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്ലൈ ചെയ്യാത്ത ആൾക്കാർക്ക് കിട്ടില്ല. കിട്ടും, ചില പാവങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടാ. നിങ്ങൾ കാണുന്ന അയ്യോ ഇവർക്ക് പത്മശ്രീ കിട്ടിയത്, ഇവരെന്താണ് ചെയ്തത്, 10 ലക്ഷം മരം വെച്ചോ എന്ന് നിങ്ങളെ അതിശയിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ദേശീയ ആദരവ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ആ പ്രദേശത്തുള്ള ആൾക്കാർ ഇവർക്ക് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യും. അപ്പോൾ അവരുടെ ഒരു അഫിഡവിറ്റ് അവിടെ രേഖപ്പെടുത്തും. എനിക്ക് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് കിട്ടണമെന്ന് എനിക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. ഇന്ന് വരെ എൻ്റെ ഒരു ആപ്ലിക്കേഷൻ കാണിച്ചു തരാമോ? ചെയ്തിട്ടില്ല. പക്ഷെ അടുത്ത വർഷം ഞാൻ അപ്ലൈ ചെയ്യും, ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അത് മോഹൻലാൽ ആയാലും അപ്ലൈ ചെയ്തു. അതിനുശേഷം ഒരു കോഡ് നമ്പർ കിട്ടും ഇവരുടെ ഫയലിൻ്റെ. ആ നമ്പർ എന്നെപ്പോലെ പലരും അവിടെ റെക്കമെൻഡ് ചെയ്യും. ഇതാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം അത് മറന്നിട്ടുണ്ടാവും. അല്ല, അപ്ലൈ ചെയ്ത് എനിക്ക് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പ് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല. ഇല്ലാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ട് പിന്നെ അതിനെ അടുത്ത വിവാദമാക്കാൻ വയ്യ. മകനിതൊന്നും അറിയാത്തത് കൊണ്ടായിരിക്കും. ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ച് ഗോപിയാശാനും കുടുംബവുമാണ് പ്രസക്തം. കാണൂ, ഗോപിയാശാനെ കാണൂ. അല്ല, അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അല്ല, ഞാനത് മാനിക്കുന്നു. സന്തോഷവുമായി അദ്ദേഹം തന്നെ അത് പറഞ്ഞത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബാധ്യത. അത് ഹനിക്കാൻ ഞാൻ തയ്യാറില്ല. ആരുടെയും രാഷ്ട്രീയ ബാധ്യത ഞാൻ ഹനിക്കില്ല. ഇപ്പോൾ കരുണാകരൻ സാറിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയത് വിളിച്ചിട്ട് തന്നെയാണ് പോയത്. അവരതിന് തയ്യാറാണെന്ന് അറിയിച്ചിട്ട് തന്നെയാണ് പോയത്. ഞാൻ ആരെയും വിളിച്ച് വന്നോട്ടെ എന്ന് ചോദിച്ചിട്ടില്ല. ഞാനത് ചോദിച്ചത് 2019 ഞാൻ തൃശ്ശൂർ വന്ന് നിൽക്കുന്നത് കൊണ്ട് ലീഡറുടെ ഭാര്യയുടെയും കല്യാണിക്കുട്ടി അമ്മയുടെയും ഒരു റോസാപ്പൂ വെച്ചോട്ടെ എന്ന് ചോദിച്ചു.
പറ്റില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ആരോടും ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ല. എനിക്കത് അവഹേളനമായിട്ട് ഞാൻ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഒരു വിഷമമായിട്ട് തോന്നും. ആ വിഷമം തിന്ന് ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഓക്കെ, താങ്ക് യു. താങ്ക് യു.